രാജ്യത്തിൻ്റെ ഭരണാധികാരിയുമായി 10 മിനിറ്റ് സംസാരിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിച്ചു എന്നിരിക്കട്ടെ. രാജ്യം നേരിടുന്ന ഒരു പ്രതിസന്ധിക്കുള്ള ഉത്തരം നിങ്ങളുടെ കയ്യിലുണ്ട് താനും. നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ആ നിമിഷങ്ങൾ നിങ്ങൾ എങ്ങനെയായിരിക്കും ചെലവഴിക്കുന്നത്? ജീവസന്ദേശത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം. വഴിയുടെ ദൂരവും അതിൻ്റെ കാഠിന്യവും ദൈവമൊരുക്കിയ സ്ഥാനത്തേക്കുള്ള യാത്രയിൽ യോസഫിനെ തടയുവാൻ കഴിഞ്ഞില്ല. താൻ നേരിടുന്ന ഓരോ പ്രതിസന്ധിയും ദൈവ പദ്ധതിയുടെ ഭാഗമാണെന്ന തിരിച്ചറിവാണ് എവിടെയും സഫലമായ ജീവിതം നയിക്കുവാൻ അവനെ പ്രാപ്തനാക്കിയത്. ലഭിച്ച അവസരങ്ങളിൽ സ്വയം മഹത്വമെടുക്കുവാൻ ശ്രമിക്കാതെ ഫറവോൻ്റെ ശ്രദ്ധയെ ദൈവത്തിങ്കിലേക്ക് തിരിക്കുവാനുള്ള അവൻ്റെ വിനയം ഏതൊരു ദൈവപൈതലിനും മാതൃകയാണ്. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എന്ന ക്രിസ്തുവിൻ്റെ വാക്കുകൾ യോസഫിൻ്റെ ജീവിതത്തിലും നമുക്ക് കാണാം. ജീവിതത്തിൽ ലഭിക്കുന്ന ഓരോ അവസരങ്ങളും ദൈവനാമ മഹത്വത്തിനാക്കി മാറ്റുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായത്തിൻ്റെ 14 മുതൽ 42 അധ്യായത്തിൻ്റെ 4 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ ആ സത്യം നമുക്ക് ജീവിതത്തെക്കുറിച്ച് തികച്ചും വ്യത്യസ്തമായൊരു കാഴ്ചപ്പാട് നൽകും. ദൈവം കൈവിട്ടു എന്ന ചിന്തയിലാണ് പലരും മുൻപോട്ട് പോകുന്നത്. എന്നാൽ ആ ചിന്ത ഒരിക്കലും ശരിയല്ല. യോസഫിൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെയും ദുരനുഭവങ്ങളെയും അവ നടക്കുന്ന സമയത്ത് മനസ്സിലാക്കുവാൻ പ്രയാസമായിരുന്നു. എന്നാൽ അവ ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി സംഭവിക്കുവാൻ ദൈവം അനുവദിക്കുകയായിരുന്നു എന്ന് ഇപ്പോൾ നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായത്തിൻ്റെ 13 വാക്യം വരെ നാം ചിന്തിച്ചിരുന്നു. ഇന്ന് 14 വാക്യത്തിലേക്ക് നാം വരുമ്പോൾ കാണുന്നത്, ഉടനെ ഫറവോൻ ആളയച്ച് യോസഫിനെ വിളിപ്പിച്ചു. അവർ അവനെ വേഗത്തിൽ കുണ്ടറയിൽ നിന്നിറക്കി. അവൻ ക്ഷൗരം ചെയ്യിച്ചു, വസ്ത്രം മാറി ഫറവോൻ്റെ അടുക്കൽ ചെന്നു. യോസഫിനെ ക്ഷൗരം ചെയ്യിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചോ? ആ കാലങ്ങളിൽ എബ്രായർ ക്ഷൗരം ചെയ്തിരുന്നില്ല എന്നതോർക്കണം. എന്നാൽ മിസ്രൈമ്യ പ്രതിമകളിലും ചിത്രങ്ങളിലുമൊക്കെ നാം കാണുന്നത് മുഖത്തെ രോമം മുഴുവൻ ക്ഷൗരം ചെയ്തിട്ടുള്ള മനുഷ്യരെയാണ്. ഈ വാക്യത്തിൽ വലിയൊരു ദൂത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ മനുഷ്യനെ ഇപ്പോൾ കാരാഗൃഹത്തിൽ നിന്നും വെളിയിൽ കൊണ്ടുവന്നു. അവൻ ക്ഷൗരം ചെയ്യുകയും തടവറയിലെ ആ മുഷിഞ്ഞ വസ്ത്രം മാറി കൊട്ടാരത്തിന് യോജിച്ച വൃത്തിയുള്ള വസ്ത്രം ധരിക്കുകയും ചെയ്തു. ഇവിടെ ഇതാ അവൻ്റെ മുമ്പിലുള്ളതൊരു പുതിയ ജീവിതമാകും, ഒരു പുതിയ മനുഷ്യൻ. ഇത് വാസ്തവത്തിൽ പുനരുത്ഥാനത്തിൻ്റെ പ്രതീകമാണ്. യോസഫ് ഉയർത്തപ്പെട്ടു, കുണ്ടറയിൽ നിന്നും വെളിയിൽ വന്നു, ഉയർത്തെഴുന്നേൽക്കപ്പെട്ടു. ഇപ്പോൾ അവൻ ജാതികളുടെ അടുത്തേക്ക് പോകുന്നു. ക്രിസ്തുവിനെക്കുറിച്ചുള്ള മഹത്തായ ഒരു ചിത്രമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. 15 16 വാക്യങ്ങളിൽ നാം കാണുന്നത്, ഫറവോൻ യോസഫിനോട്, ഞാനൊരു സ്വപ്നം കണ്ടു, അതിനെ വ്യാഖ്യാനിപ്പാൻ ആരുമില്ല. എന്നാൽ നീ ഒരു സ്വപ്നം കേട്ടാൽ വ്യാഖ്യാനിക്കുമെന്ന് നിന്നെക്കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യോസഫ് ഫറവോനോട്, ഞാനല്ല, ദൈവം തന്നെ ഫറവോന് ശുഭമായൊരു ഉത്തരം നൽകും എന്ന് പറഞ്ഞു. യോസഫ് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? യോസഫിൻ്റെ കാഴ്ചപ്പാടിൽ സകല മഹത്വവും ലഭിക്കേണ്ടത് ദൈവത്തിനാണ്. അവനറിയാം ഈ കഴിവ് ദൈവമാണ് അവന് നൽകിയതെന്ന്. തൻ്റെ എല്ലാ നേട്ടങ്ങളിലും ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഒരു ദൈവ പൈതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും വലിയ നേട്ടങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ നാം നമ്മെ തന്നെ പുകഴ്ത്തുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ മറന്നു പോവുകയുമില്ലേ? അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ അനുഗ്രഹങ്ങൾ ദൈവം നമ്മിൽ വർഷിക്കാത്തത്.
ദൈവം നമ്മിലൂടെ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നാം ഒന്നുമില്ല. ഈ സത്യം ഒരിക്കലും നാം മറന്നു കളയരുത്. യോസഫിന് ഈ കാര്യത്തെക്കുറിച്ച് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ പറയുന്നു, ഞാനല്ല, ദൈവം തന്നെ ഫറവോന് ശുഭമായൊരു ഉത്തരം നൽകും. തുടർന്ന് ഫറവോൻ സ്വപ്നങ്ങൾ യോസഫിനോട് അറിയിക്കുന്നു. വാസ്തവത്തിൽ 2 ഭാഗങ്ങളുള്ള ഒരു സ്വപ്നമാകുന്നു ഇത്. 25-ാം വാക്യത്തിൽ നാം അത് കാണുന്നു. അപ്പോൾ യോസഫ് ഫറവോനോട് പറഞ്ഞത്, ഫറവോൻ്റെ സ്വപ്നം ഒന്ന് തന്നെ. താൻ ചെയ്യുവാൻ ഭാവിക്കുന്നത് ദൈവം ഫറവോന് വെളിപ്പെടുത്തിയിരിക്കുന്നു. യോസഫ് പറയുന്നത് സ്വപ്നം രണ്ടും ഒരു കാര്യമാണ് വെളിവാക്കുന്നത് എന്നാണ്. എന്നാൽ 2 പ്രാവശ്യം സ്വപ്നമുണ്ടായതിൻ്റെ കാരണം വിഷയത്തിൻ്റെ പ്രാധാന്യം കാണിക്കുവാനും അത് സംഭവിക്കുമെന്നുള്ളത് ഉറപ്പാക്കുവാനുമാണ്. ദൈവം ചെയ്യുവാൻ പോകുന്നത് എന്താകുന്നു എന്ന് ഫറവോനെ അറിയിക്കുവാനാണ് ഫറവോന് ഈ പറഞ്ഞ സ്വപ്നം 2 പ്രാവശ്യം ഉണ്ടായത്. അതിൻ്റെ വ്യാഖ്യാനം 26 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു. ആ ഭാഗം ഞാൻ വായിക്കുന്നില്ല. 26 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ യോസഫ് അതിൻ്റെ വ്യാഖ്യാനം നൽകുന്നു. വരുവാനുള്ള ഒരു കാര്യം ഇവിടെ പ്രവചിക്കുകയാണ്. 7 വർഷത്തെ സമൃദ്ധി ആദ്യമുണ്ടാകും. തുടർന്ന് 7 വർഷം അതികഠിനമായ ക്ഷാമവും ഉണ്ടാകും. 32-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഫറവോന് സ്വപ്നം 2 വട്ടം ഉണ്ടായതോ കാര്യം ദൈവത്തിൻ്റെ മുമ്പാകെ സ്ഥിരമായിരിക്കെ കൊണ്ടും ദൈവം അതിനെ വേഗത്തിൽ വരുത്തുവാനിരിക്കെ കൊണ്ടും ആകുന്നു. ക്ഷാമം ദൈവസന്നിധിയിൽ ഉറപ്പായിരിക്കുന്നു എന്ന് യോസഫ് പറയുന്നു. അത് ഫറവോൻ അറിയണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. വാസ്തവത്തിൽ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം മാത്രമേ രാജാവ് യോസഫിനോട് ആവശ്യപ്പെട്ടുള്ളൂ. എന്നാൽ യോസഫ് സ്വപ്ന വ്യാഖ്യാനം മാത്രമല്ല നടത്തിയത്. ക്ഷാമത്തെ അതിജീവിക്കുവാൻ വളരെ പ്രായോഗികമായ ഒരു നിർദ്ദേശം അവൻ ഫറവോന് നൽകുന്നത് ശ്രദ്ധിച്ചാട്ടെ. 33 മുതലുള്ള വാക്യങ്ങളിൽ, ആകയാൽ ഫറവോൻ വിവേകവും ജ്ഞാനവുമുള്ള ഒരുത്തനെ അന്വേഷിച്ച് മിസ്രൈം ദേശത്തിന് മേലധികാരിയാക്കി വയ്ക്കണം. അതുകൂടാതെ ഫറവോൻ ദേശത്തിന്മേൽ വിചാരകന്മാരെ ആക്കി സുഭിക്ഷതയുള്ള 7 സംവത്സരത്തിൽ മിസ്രൈം ദേശത്തിലെ വിളവിൽ 1/5 വാങ്ങണം. ഈ വരുന്ന നല്ല സംവത്സരങ്ങളിലെ വിളവൊക്കെയും ശേഖരിച്ച് പട്ടണങ്ങളിൽ ഫറവോൻ്റെ അധീനത്തിൽ ധാന്യം സൂക്ഷിച്ചു വെക്കണം. ആ ധാന്യം മിസ്രൈം ദേശത്ത് വരുവാൻ പോകുന്ന ക്ഷാമമുള്ള 7 സംവത്സരത്തേക്ക് ദേശത്തിന് സംഗ്രഹമായിട്ടിരിക്കണം. എന്നാൽ ദേശം ക്ഷാമം കൊണ്ട് നശിക്കുകയില്ല. ഈ വാക്ക് ഫറവോനും അവൻ്റെ സകല ഭൃത്യന്മാർക്കും ബോധിച്ചു. തടവറയിൽ നിന്നും ഇപ്പോൾ വന്ന എബ്രായ അടിമ എങ്ങനെയാണ് മിസ്രൈം രാജ്യത്തിൻ്റെ അധിപനായ ഫറവോന് ഇത്ര വിശദവും കാര്യക്ഷമവുമായൊരു പ്ലാൻ നൽകുന്നത്? നിശ്ചയമായും ഇത് ദൈവികമായ ജ്ഞാനമാണ്. ഒരു ദൈവപൈതലിൻ്റെ ലക്ഷണം ഇവിടെ വ്യക്തമായി കാണുന്നു. ദൈവം നൽകുന്നത് അതുപോലെ അറിയിക്കുക. ആരെയും പേടിക്കേണ്ടതില്ല. സമൃദ്ധിയുടെ വർഷങ്ങളിൽ കഴിവുള്ളിടത്തോളം ധാന്യം ശേഖരിച്ചു വയ്ക്കുവാൻ യോസഫ് ഫറവോനോട് നിർദ്ദേശിക്കുന്നു. ദൈവത്തിൻ്റെ വഴികൾ എത്ര വ്യക്തമാണല്ലേ. 38 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിൽ ഫറവോൻ എടുക്കുന്ന തീരുമാനം നാം കാണുന്നു. ഈ സംഭവത്തിൻ്റെ പ്രസക്തി ഒന്ന് ചിന്തിക്കുക. ആരംഭത്തിൽ ഈ ചെറുപ്പക്കാരൻ ആ തടവറയിൽ തള്ളപ്പെട്ടവനായി, മറക്കപ്പെട്ടവനായി, ആരോരുമില്ലാതെ, ആരാലും ഗണ്യമാക്കാതെ ഏകനായി കഴിഞ്ഞിരുന്നു. എന്നാൽ തക്ക സമയത്ത് അവനെ ഫറവോൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നു. ആർക്കും ഫറവോൻ്റെ സ്വപ്നം വ്യാഖ്യാനിക്കാൻ കഴിയാതെ വന്നപ്പോൾ യോസഫ് സ്വപ്നം വ്യാഖ്യാനിക്കുക മാത്രമല്ല, വരാൻ പോകുന്ന പ്രതിസന്ധിയെ മറികടക്കുവാൻ ഫറവോൻ എന്ത് ചെയ്യണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. ഇവിടെയെല്ലാം ദൈവമാണ് യോസഫിനെ നയിക്കുന്നത് എന്നത് തീർച്ചയാണ്. ഭൂമിയെ മുഴുവൻ ബാധിക്കുന്ന ഒരു ക്ഷാമം ഉണ്ടാകുവാൻ പോകുന്നു. മിസ്രൈമിനെ പോലും ബാധിക്കത്തക്കവണ്ണം ആ ക്ഷാമം അത്ര കഠിനമായിരിക്കുന്നു. ഞാൻ മിസ്രൈമിനെ പോലും എന്ന് പറഞ്ഞതിന് കാരണമുണ്ട്. മിസ്രൈമിലെ കൃഷി മഴയെ ആശ്രയിച്ചായിരുന്നില്ല. ജലസേചനം വളരെ ഭംഗിയായി നിർവഹിക്കപ്പെട്ടിരുന്ന ഒരു രാജ്യമായിരുന്നു മിസ്രൈം അല്ലെങ്കിൽ ഈജിപ്ത്. മധ്യ ആഫ്രിക്കയിൽ നിന്നും ഉത്ഭവിക്കുന്ന നൈൽ നദിയിലെ ജലം
ആയിരുന്നു മിസ്രൈമ്യർ ഉപയോഗിച്ചിരുന്നത്. അത് ഒരിക്കലും വറ്റാത്ത നദിയായിരുന്നു. മഴയെ ആശ്രയിച്ച് കൃഷി ചെയ്തിരുന്നെങ്കിൽ മിസ്രൈമിൽ എന്നും ക്ഷാമമായിരുന്നേനെയും. കാരണം ഒരു വർഷം 1 ഇഞ്ച് മഴയിൽ കൂടുതലൊന്നും അവിടെ ലഭിക്കാറില്ല. നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ 1-2 മണിക്കൂറുകൾ മഴ പെയ്താൽ തന്നെ ഇതിൽ കൂടുതൽ ലഭിക്കും. എന്നാൽ അങ്ങനെയൊന്നും ഇല്ലാതിരുന്നിട്ടും എല്ലാ വർഷവും ഈ നൈൽ നദി കര കവിഞ്ഞൊഴുകാറുണ്ട്. വെള്ളം മാത്രമല്ല, മണ്ണിനെ ഫലഭൂയിഷ്ടിയുള്ളതാക്കുന്ന ധാരാളം എക്കലും നൈൽ നദി കൊണ്ടുവരും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ദൈവം ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് നൽകുന്നു. മിസ്രൈമിനെ പോലും ബാധിക്കുന്ന 7 വർഷത്തെ ക്ഷാമമുണ്ടാകുവാൻ പോകുന്നു. യോസഫിനെ ശ്രദ്ധിക്കുകയും അവൻ്റെ വിവേകമുള്ള വാക്കുകൾ കേൾക്കുകയും ചെയ്തപ്പോൾ ഫറവോൻ ഒരു കാര്യം ബോധ്യമായി. യോസഫ് ദൈവാത്മാവുള്ള മനുഷ്യനാണ്, അവൻ പറയുന്നതെല്ലാം ശരിയാണ്. അതുകൊണ്ട് തന്നെ അതെല്ലാം അംഗീകരിക്കുവാൻ ഫറവോൻ തയ്യാറാകുന്നു. ഇന്ന് നാം ജീവിക്കുന്ന സാഹചര്യവുമായി ഈ സംഭവത്തെ ഒന്ന് താരതമ്യപ്പെടുത്തുന്നത് നല്ലതാണ്. ഭാവിയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടും പദ്ധതിയും ഇല്ലാത്തവർ ഭരിക്കുവാൻ കയറിപ്പറ്റുന്നതാണ് പല രാജ്യങ്ങളുടെയും ഇന്നത്തെ പരാജയം. പലർക്കും എങ്ങനെയെങ്കിലും 5 വർഷം ഭരിക്കണം, സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കണം എന്ന ചിന്ത മാത്രമാണുള്ളത്. അതുകൊണ്ടെന്താ, ഒരു പാർട്ടിയുടെ ഭരണം കഴിയുമ്പോൾ ഖജനാവ് കാലിയായി എന്ന് മുറവിളികൾ മാത്രം നാം കേൾക്കും. പിന്നെ ഖജനാവിൽ വല്ലതും ഇടുവാൻ ശ്രമിക്കുമ്പോഴേക്കും അടുത്ത പാർട്ടിയുടെ കാലാവധി കഴിയും. വരൾച്ചയായാലും വർഷമായാലും ജനങ്ങൾക്കെന്നും ദുരിതം. ഈ വരൾച്ചയും വെള്ളപ്പൊക്കവും എല്ലാ വർഷവും ഉള്ളതല്ലേ? എന്തുകൊണ്ടാണ് സർക്കാരുകൾ ജനങ്ങൾ ദുരിതം അനുഭവിക്കാതിരിക്കത്തക്കവണ്ണം മുൻകരുതൽ സ്വീകരിക്കാത്തത്? അതിനുള്ള മനസ്സില്ല എന്നതാണ് സത്യം. അധികാരം കിട്ടിക്കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും സ്വന്തം പാർട്ടിയെയും കുടുംബത്തെയും ശക്തിപ്പെടുത്തണം. അടുത്ത പ്രാവശ്യം അധികാരം ലഭിച്ചില്ലെങ്കിലോ? അതാണ് ചിന്ത. അപ്പോൾ കിട്ടിയ അവസരം നന്നായി മുതലാക്കുക എന്നതാണ് പ്രമാണം. എന്നാൽ അടുത്ത 14 വർഷം എന്താണ് സംഭവിക്കുവാൻ പോകുന്നതെന്ന് ഇവിടെ യോസഫ് ഫറവോനോട് പറയുന്നു. യോസഫിനേക്കാൾ ഭംഗിയായി ഈ സ്ഥാനം ഏറ്റെടുക്കുവാൻ കഴിവുള്ള വേറെ ആരാണുള്ളത് എന്ന് ഫറവോൻ ചോദിക്കുന്നു. യോസഫ് കഴിവുള്ള ഒരു വ്യക്തിയാണെന്ന് ഫറവോൻ തിരിച്ചറിഞ്ഞു. കാരാഗൃഹത്തിൽ കിടന്ന ഒരു ചെറുപ്പക്കാരൻ എങ്ങനെയാണ് ഇത്രയും പ്രായോഗിക ജ്ഞാനം? പൊത്തിഫറിൻ്റെ ഭവനത്തിൽ ദൈവം യോസഫിനെ പരിശീലിപ്പിച്ചു. ആ വീടിൻ്റെ ചുമതല ഏറ്റെടുത്ത് നടത്തുക വഴി ഒരു നല്ല പരിശീലനമായിരുന്നിരിക്കണം യോസഫിന് അവിടെ ലഭിച്ചത്. പൊത്തിഫറിനുണ്ടായിരുന്ന സകലത്തിൻ്റെയും ചുമതല യോസഫിനായിരുന്നല്ലോ. പൊത്തിഫർ തന്നെ അകമ്പടി നായകനായിരുന്നല്ലോ. യോസഫ് അവനിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അതേതാണ്ട് 10 വർഷത്തോളം ഉണ്ടായിരുന്നു എന്നത് കണക്ക് കൂട്ടുമ്പോൾ നമുക്കറിയാം. ആ പരിശീലനം എപ്രകാരമായിരുന്നു എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? എന്തിനാണ് അവനെ ഒരു അടിമയായി അവിടെ കൊണ്ടാക്കിയതെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? അതെ, അവനെ പരിശീലിപ്പിക്കുവാൻ. അതിനുശേഷം അവനെ തടവറയിൽ കൊണ്ടാക്കിയത് എന്തിനാണെന്നറിയാമോ? ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ. ഇതെല്ലാം ദൈവാധീനത്തിൽ സംഭവിച്ചതാണ്. യോസഫ് ഇനിയും മിസ്രൈം ദേശത്തിൻ്റെ സകലത്തിൻ്റെയും ചുമതല വഹിക്കുവാൻ പോവുകയാണ്. യോസഫിൻ്റെ ജീവിതത്തിലെ അതിമഹത്തായൊരു മാറ്റമാകുന്നു ഇവിടെ നാം കാണുന്നത്. തടവറയിൽ നിന്നും കൊട്ടാരത്തിൽ ഫറവോന് തൊട്ടു താഴെയുള്ള സിംഹാസനത്തിൽ അവൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരൊറ്റ നിമിഷം കൊണ്ട് അവൻ കടന്നുപോയ പഴയ ദുഃഖകാലങ്ങളെല്ലാം പഴങ്കഥയായി മാറി. 42-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഫറവോൻ തൻ്റെ കയ്യിൽ നിന്ന് മുദ്രാമോതിരം ഊരി യോസഫിൻ്റെ കൈക്കിട്ടു. അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. ഒരു സ്വർണ്ണ സരപ്പളിയും അവൻ്റെ കഴുത്തിലിട്ടു. മുദ്രമോതിരം ഫറവോൻ യോസഫിന് നൽകി. അതിൻ്റെ അർത്ഥം ഫറവോൻ യോസഫിനെ തൻ്റെ പ്രതിനിധിയാക്കുകയായിരുന്നു എന്നത്രേ. ഇപ്പോൾ യോസഫ് രാജാവിൻ്റെ മുദ്ര ഉപയോഗിച്ച് ഒപ്പുവയ്ക്കുവാൻ അധികാരമുള്ളവൻ ആയിത്തീർന്നു. 43-ാം വാക്യത്തിൽ നാം കാണുന്നത്, തൻ്റെ 2-ാം രഥത്തിൽ അവനെ കയറ്റി മുട്ടുകുത്തുവീൻ എന്ന് അവൻ്റെ മുമ്പിൽ വിളിച്ചു പറയിച്ചു. ഇങ്ങനെ അവനെ മിസ്രൈം ദേശത്തിനൊക്കെയും മേലധികാരിയാക്കി. പിന്നെ ഫറവോൻ യോസഫിനോട്, ഞാൻ ഫറവോനാകുന്നു, നിന്റെ കൽപ്പന കൂടാതെ മിസ്രൈം ദേശത്തെങ്ങും യാതൊരുത്തനും കയ്യോ കാലോ അനക്കുകയില്ല എന്ന് പറഞ്ഞു. ഫറവോൻ യോസഫിന് സപ്നത്ത് പനേഹ് എന്ന് പേരിട്ടു.
ഓനിലെ പുരോഹിതനായ പൊത്തിഫേറയുടെ മകൾ ആസ്നത്തിനെ അവന് ഭാര്യയായി കൊടുത്തു. പിന്നെ യോസഫ് മിസ്രൈം ദേശത്ത് സഞ്ചരിച്ചു. എത്ര വലിയ മാറ്റങ്ങളാണല്ലേ! ചിന്തിക്കുവാൻ പോലും പ്രയാസം. ഫറവോൻ യോസഫിന് നൽകിയ പേര് സപ്നത് പനേഹ് എന്നാണ്. അതിൻ്റെ അർത്ഥം രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവൻ എന്നത്രേ. സപ്നത് പനേഹ് എന്ന പേരിനേക്കാൾ എനിക്കിഷ്ടം യോസഫ് എന്ന് വിളിക്കാനാണ്. നിങ്ങൾക്കും അതായിരിക്കും താല്പര്യമില്ലേ? 46-ാം വാക്യത്തിൽ നാം കാണുന്നത്, യോസഫ് മിസ്രൈം രാജാവായ ഫറവോൻ്റെ മുമ്പാകെ നിൽക്കുമ്പോൾ അവന് 30 വയസ്സായിരുന്നു. യോസഫ് ഫറവോൻ്റെ സന്നിധാനത്തിൽ നിന്ന് പുറപ്പെട്ട് മിസ്രൈം ദേശത്തൊക്കെയും സഞ്ചരിച്ചു. ഇവിടെ യോസഫിൻ്റെ പ്രായം വീണ്ടും പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചോ? അതുകൊണ്ട് നമുക്ക് മനസ്സിലാകും ഇതിനോടകം യോസഫ് മിസ്രൈമിൽ 13 വർഷങ്ങൾ ചെലവഴിച്ചു കഴിഞ്ഞു എന്ന്. അതിൽ അപ്പക്കാരുടെ പ്രമാണിക്കും പാനപാത്രവാഹകരുടെ പ്രമാണിക്കും അവരുടെ സ്വപ്നത്തിൻ്റെ അർത്ഥം വിവരിച്ചു കൊടുത്തതിൻ്റെ ശേഷം യോസഫ് 2 വർഷം കൂടി ജയിലിൽ കഴിഞ്ഞു. ചിലപ്പോൾ ഈ സ്വപ്നം വിവരിക്കുന്നതിന് മുമ്പ് 1 വർഷമെങ്കിലും തടവറയിൽ കഴിഞ്ഞു കാണും. അതിൻ്റെ അർത്ഥം യോസഫ് 10 വർഷത്തോളം പൊത്തിഫറിൻ്റെ ഭവനത്തിലായിരുന്നിരിക്കും ചെലവഴിച്ചത് എന്നത്രേ. യോസഫിനെ പെട്ടെന്ന് തന്നെ ഫറവോൻ അംഗീകരിച്ചതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടി കണ്ടേക്കാം. യോസഫ് വിശ്വസ്തനായൊരു വ്യക്തിയായിരുന്നു. താൻ ഇതിനു മുമ്പായിരുന്നിടത്തൊക്കെ അത് തെളിയിച്ചിട്ടുള്ളതുമാണ്. തൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നു എന്ന ഉറപ്പ് അവനിൽ വ്യക്തമാണ്. താൻ ആരുമായൊക്കെ ബന്ധപ്പെട്ടുവോ അവിടെല്ലാം വിശ്വസ്തനായിരിക്കുവാൻ ദൈവത്തിലുള്ള അവൻ്റെ ആശ്രയം അവനെ സഹായിച്ചു. തൻ്റെ ജോലിയിൽ അവൻ വിശ്വസ്തനായിരുന്നു. കാരണം ദൈവം അത് കാണുന്നു എന്ന് അവൻ വിശ്വസിച്ചു. ഫറവോൻ യോസഫിൻ്റെ കഴുത്തിൽ സ്വർണ്ണ സരപ്പളി ധരിപ്പിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചോ? ഫറവോൻ ഉണ്ടായിരുന്ന അതേ അധികാരം യോസഫിന് നൽകുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. ഫറവോൻ യോസഫിനെ ഓനിലെ പുരോഹിതനായ പൊത്തിഫേറയുടെ മകൾ ആസനത്തുമായി വിവാഹം കഴിപ്പിച്ചു. ആസനത്ത് എന്ന പേരിൻ്റെ അർത്ഥം നെത്തിന് സമർപ്പിക്കപ്പെട്ടത് എന്നത്രേ. നെത്ത് ഒരു മിസ്രൈം ദേവതയാണ്. അവൾ വിജാതീയ ആചാരങ്ങളിൽ നിന്നും വന്നവളായിരുന്നു എന്നതാണ് ഇവിടുത്തെ അർത്ഥം. യോസഫിൻ്റെ ജീവിതത്തിലെ ഈ സംഭവം യേശുക്രിസ്തുവിൻ്റെ ജീവിതവുമായുള്ള വേറൊരു സാമ്യം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. യോസഫിനൊരു ജാതീയ മണവാട്ടിയെ ലഭിച്ചു. കർത്താവായ യേശുക്രിസ്തു തനിക്കായി ജാതികളിൽ നിന്നും ഒരു മണവാട്ടിയെ വിളിച്ചിറക്കുന്നു, തൻ്റെ സഭയെ. ഇതേ വാക്യത്തിൽ വേറൊരു സാമ്യം കൂടി കാണുവാൻ കഴിയുന്നുണ്ട്. യോസഫ് ഫറവോൻ്റെ മുമ്പാകെ നിന്നപ്പോൾ അവന് 30 വയസ്സായിരുന്നു. യേശു കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചത് 30 വയസ്സുള്ളപ്പോൾ ആയിരുന്നു എന്ന് നമുക്കറിയാം. അങ്ങനെ തൻ്റെ 30-ാം വയസ്സിൽ യോസഫ് മിസ്രൈമിൽ ഈ വലിയ ചുമതല ഏറ്റെടുക്കുന്നു. ആദ്യത്തെ സമൃദ്ധിയുടെ 7 വർഷം യോസഫ് ഭണ്ഡാരശാലകളിൽ വളരെയേറെ ധാന്യം കരുതി വെക്കുന്നതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. അങ്ങനെ സമൃദ്ധിയുടെ 7 വർഷങ്ങൾ കഴിഞ്ഞു. ഇനിയും ഇപ്പോൾ ക്ഷാമം ആരംഭിക്കുകയായി. അതായത് ക്ഷാമം ആരംഭിക്കുമ്പോൾ യോസഫിന് 37 വയസ്സ് പ്രായമുണ്ട്. 41-ാം അധ്യായത്തിൻ്റെ 47 മുതൽ 57 വരെയുള്ള വാക്യങ്ങളിൽ അത് വിശദമായി പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ച് വായിച്ചാലും. 42-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യോസഫിൻ്റെ ജീവിതത്തിലെ നാടകീയമായ സംഭവങ്ങളുടെ ചുരുളഴിയുവാൻ തുടങ്ങുകയാണ്. ദൈവം വേർതിരിച്ച വർഗത്തെ ക്ഷാമത്തിൻ്റെ മധ്യത്തിൽ കാത്തു സൂക്ഷിക്കുവാൻ യോസഫിനെ ഉപയോഗിക്കുന്ന വിധവും യാക്കോബിനെയും അവൻ്റെ പുത്രന്മാരെയും മിസ്രൈമിലേക്ക് നീക്കുന്നതും വളരെ വിശദമായി പറഞ്ഞിരിക്കുന്നു. തടവറയിൽ കിടന്നപ്പോൾ അവൻ ഇതൊന്നും കാണുവാൻ സാധിക്കുമായിരുന്നില്ല. അന്ന് കാണുവാൻ കഴിഞ്ഞിരുന്നത് കഷ്ടപ്പാടുകളും വേദനകളും ദുഃഖങ്ങളും മാത്രമായിരുന്നു. എന്നാൽ അവൻ ദൈവത്തിൽ വിശ്വസിച്ചു, യഹോവയിൽ ആശ്രയിച്ചു. അതുകൊണ്ട് മാത്രം എപ്പോഴും ഉന്മേഷവാനായും ശുഭാപ്തി വിശ്വാസത്തോടെയും മുമ്പോട്ട് പോകുവാൻ സാധിച്ച ഒരു വ്യക്തിയായിരുന്നു യോസഫ്. പ്രതികൂല ചുറ്റുപാടുകളിൽ ഒരു ദൈവവൈതലിനെ പതറാതെ നിർത്തുന്നത് ദൈവത്തിലുള്ള ആശ്രയമാണ്. യോസഫിൽ നിന്നും നമുക്ക് എന്തുമാത്രം പഠിക്കാനുണ്ടെന്നറിയാമോ? യോസഫ് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇപ്പോൾ. ഇനിയും എന്താണ് സംഭവിക്കുവാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് മിക്കവാറും ഊഹിക്കുവാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. ഭൂലോകമെല്ലാം ക്ഷാമം വ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ലോകം മുഴുവൻ ധാന്യത്തിനായി ഈജിപ്തിലേക്ക് വരികയാണ്. അക്കൂട്ടത്തിൽ വരുന്നത് ആരാണെന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ.
താൻ പാർത്ത ദേശത്തു നിന്നും തൻ്റെ 10 മക്കളെ ആഹാരം വാങ്ങുന്നതിനായി മിസ്രൈമിലേക്ക് അയക്കുവാൻ യാക്കോബ് നിർബന്ധിതനായി. എന്തുകൊണ്ട് ഈ 10 പേർ മാത്രം? എന്തുകൊണ്ട് യാക്കോബ് ബെന്യാമീനെ അയച്ചില്ല? ബെന്യാമീനെ കൂടി നഷ്ടപ്പെടുവാൻ യാക്കോബ് ആഗ്രഹിച്ചില്ല. ബെന്യാമീൻ നഷ്ടപ്പെട്ടാൽ പിന്നീട് യാക്കോബ് ജീവിച്ചിരിക്കില്ല. മിസ്രൈമിലേക്ക് വന്ന തൻ്റെ സഹോദരങ്ങളെ യോസഫ് തിരിച്ചറിഞ്ഞു. പക്ഷേ അവർ അവനെ അറിഞ്ഞില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമതായി, അവർ കരുതിയിരുന്നത് യോസഫ് മരിച്ചു എന്നത്രേ. ഇനി അതല്ല, അവൻ എവിടെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്നെ വല്ല അടിമയായോ വല്ലവൻ്റെയും വീട്ടുവേല ചെയ്തോ ജീവിക്കുന്നുണ്ടാവും എന്ന് മാത്രമാണ് അവർ കരുതിയിരുന്നത്. അതുകൊണ്ട് അവർ അവനെ അവിടെ പ്രതീക്ഷിച്ചില്ല. നേരെ മറിച്ച് അവർ ഇന്നല്ലെങ്കിൽ നാളെ അവിടെ വരുമെന്ന് യോസഫിന് അറിയാമായിരുന്നു. അവൻ അവരെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. കാരണം ക്ഷാമം ദേശത്തെങ്ങും അത്ര കഠിനമായിരുന്നു. മാത്രമല്ല, വർഷങ്ങൾ പലത് കഴിഞ്ഞെന്ന് ഓർക്കണം. അവർ അവനെ വിറ്റ് കളഞ്ഞിട്ട് ഇപ്പോൾ വർഷങ്ങൾ ഒരുപാടായി. 17 വയസ്സ് മാത്രമുള്ളപ്പോഴാണ് അവനെ വിറ്റത്. ഇപ്പോൾ അവന് വയസ്സ് 37 20-ൽ പരം വർഷങ്ങൾ അവർ അവനെ കണ്ടിട്ടില്ല. എന്ന് മാത്രമല്ല, യോസഫ് ഇപ്പോൾ ഒരു മിസ്രൈമിനെ പോലെ വസ്ത്രമൊക്കെ ധരിക്കുകയും സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തു എന്നത് വ്യക്തമാണ്. 42-ാം അധ്യായത്തിൽ നാം 1-ാം വാക്യത്തിൽ വായിക്കുന്നത്, മിസ്രൈമിൽ ധാന്യമുണ്ടെന്ന് യാക്കോബ് അറിഞ്ഞപ്പോൾ തൻ്റെ പുത്രന്മാരോട്, നിങ്ങൾ തമ്മിൽ തമ്മിൽ നോക്കി നിൽക്കുന്നതെന്ത്? കനാൻ ദേശത്ത് യാക്കോബിൻ്റെ ഭവനത്തിൽ സ്ഥിതിഗതികൾ വളരെ മോശമായിരുന്നു. 10 സഹോദരന്മാർ എന്ത് ചെയ്യണമെന്നറിയാതെ, എവിടെ പോകണമെന്നറിയാതെ തമ്മിൽ തമ്മിൽ നോക്കിയിരിക്കുകയാണ്. ഇത്രയും ദൂരത്തിൽ പോയി എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരിക എന്നൊക്കെ പറയുന്നത് ശ്രമകരമായ പണിയാണ്. ഈ അവസരത്തിൽ യാക്കോബ് അവരോട് സംസാരിക്കുന്നതാണ് നാം കാണുന്നത്. 2-ാം വാക്യത്തിൽ പറയുന്നത്, മിസ്രൈമിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. നാം മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് അവിടെ ചെന്ന് അവിടെ നിന്ന് നമുക്ക് ധാന്യം കൊള്ളുവീൻ എന്ന് പറഞ്ഞു. ഇവിടെ ഇതാ വിശ്വാസത്തിൻ്റെ ഒരു ഉദാഹരണം. പല ആളുകളും വിചാരിക്കുന്നത് വിശ്വാസമെന്നാൽ തങ്ങൾക്ക് ഗ്രഹിക്കുവാൻ സാധിക്കാത്ത ഏതോ വലിയ മർമ്മമാകുന്നു എന്നാണ്. അതുകൊണ്ട് എങ്ങനെ വിശ്വസിക്കണമെന്ന് അവർക്കറിയില്ല എന്ന് അവർ പറയും. ഒരു മണിക്കൂറിൽ 100 കൂട്ടം കാര്യങ്ങൾ കാണാതെ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും ദൈവത്തിൽ വിശ്വസിക്കുവാൻ പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കുവാൻ സാധിക്കുന്നില്ല എന്നാണ് പലരും വാദിക്കുന്നത്. വിശ്വസിക്കുവാൻ ആഗ്രഹമില്ലാത്ത ഒരു മനുഷ്യനോട് ഞാൻ സംസാരിക്കുകയായിരുന്നു. അയാൾ എന്നോട് ചോദിക്കുകയാണ്, ഞാൻ എങ്ങനെ വിശ്വസിക്കാനാണ്? കണ്ണുമടച്ചങ്ങ് വിശ്വസിക്കുവാനാണോ നിങ്ങൾ പറയുന്നത്? അതല്ലേ സുഹൃത്തേ, നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങൾ ഇരിക്കുന്ന കസേരയെ വിശ്വസിക്കുന്നില്ലേ? നിങ്ങൾ കുടിക്കുന്ന ആ വെള്ളത്തെ വിശ്വസിക്കുന്നില്ലേ? നിങ്ങൾ സഞ്ചരിക്കുന്ന വാഹനത്തെ വിശ്വസിക്കുന്നില്ലേ? അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നു. ഇവിടെ യാക്കോബ് എങ്ങനെയാണ് വിശ്വസിച്ചത്? അവൻ എന്തോ ഒന്ന് കേട്ടു. മിസ്രൈമിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. അവനത് വിശ്വസിച്ചു. അവർ മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് അത് മതിയാകും എന്ന് അവൻ വിശ്വസിച്ചു. അതുകൊണ്ട് തൻ്റെ വിശ്വാസത്തിൽ അവൻ പ്രവർത്തിച്ചു. നാം മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് അവിടെ ചെന്ന് അവിടെ നിന്ന് നമുക്ക് ധാന്യം കൊള്ളുവീൻ. പ്രിയ സുഹൃത്തെ, ഈ പറഞ്ഞതത്രേ രക്ഷിക്കുന്ന വിശ്വാസം. ചിലർ ചോദിക്കാറുണ്ട്, ഞാൻ എങ്ങനെയാണ് യേശുവിൽ വിശ്വസിക്കുന്നത് എന്ന്. യാക്കോബ് തൻ്റെ പുത്രന്മാരുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞെന്നിരിക്കട്ടെ, മിസ്രൈമിൽ ധാന്യമുണ്ട് എന്ന് ഞാൻ കേട്ടു, പക്ഷേ ഞാൻ അതെങ്ങനെയാണ് വിശ്വസിക്കുന്നത്? വല്ലവരും പറയുന്നതിൻ്റെ പുറകെ ചാടാനൊക്കുമോ? ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് ചെന്നിട്ട് അവിടെ ഒന്നും ഇല്ലെങ്കിൽ യാത്ര വൃഥാവാകില്ലേ? കേട്ട കാര്യം പ്രവർത്തനത്തിൽ കൊണ്ടുവരുന്നതിലൂടെയാണ് വിശ്വാസം പ്രകടിപ്പിക്കേണ്ടത്. കേട്ടെന്ന് പറഞ്ഞുകൊണ്ട് വയറ് നിറയുമോ? ദൈവവചനം പറയുന്ന, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന്. നിങ്ങൾ ഒരു കാര്യം കേൾക്കുന്നു, നിങ്ങളത് വിശ്വസിക്കുന്നു. അതത്രേ വൃദ്ധനായ യാക്കോബ് ചെയ്തത്. അങ്ങനെയാണ് അവൻ്റെ കുടുംബത്തെ പോഷിപ്പിക്കുവാനും ജീവൻ നിലനിർത്തുവാനുമുള്ള ധാന്യം അവന് ലഭിച്ചത്. നിങ്ങൾക്കും എനിക്ക് നിത്യജീവൻ ലഭിക്കുന്നതും ക്രിസ്തുവിലുള്ള വിശ്വാസം കൊണ്ടാണ്. യാക്കോബ് കേട്ടു, അവൻ അത് വിശ്വസിച്ചു, അവൻ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. 3ഉം 4ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, യോസഫിൻ്റെ സഹോദരന്മാർ 10 പേർ മിസ്രൈമിൽ ധാന്യം കൊള്ളുവാൻ പോയി.
എന്നാൽ യോസഫിൻ്റെ അനുജനായ ബെന്യാമീന് പക്ഷേ വല്ല ആപത്തും ഭവിക്കും എന്ന് വെച്ച് യാക്കോബ് അവനെ സഹോദരന്മാരോടുകൂടെ അയച്ചില്ല. നിങ്ങൾ ചോദിക്കും, ഈ ബെന്യാമീൻ്റെ കാര്യം മാത്രം എന്താ യാക്കോബ് ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ന്. മറ്റേ 10 പുത്രന്മാർക്ക് ആപത്ത് വന്ന് ഭവിച്ചാലോ? ഒരു കാര്യം ഓർക്കുക, അവരെല്ലാം ബെന്യാമീനേക്കാൾ പ്രായമുള്ളവരാണ്. ബെന്യാമീന് വല്ലതും സംഭവിച്ചാൽ ഉണ്ടാകുന്ന വേദനയോളം മറ്റുള്ളവരുടെ കാര്യത്തിൽ യാക്കോബിന് വേദന ഉണ്ടാകുവാൻ സാധ്യതയുമില്ല. ബെന്യാമീനും യോസഫും റാഹേലിൻ്റെ മക്കളായിരുന്നു. താൻ ഏറ്റവും അധികം സ്നേഹിച്ച റാഹേൽ. ഇപ്പോൾ യാക്കോബ് 10 പുത്രന്മാരെയും പറഞ്ഞയച്ചിട്ട് ബെന്യാമീനെ മാത്രം തന്നോടൊപ്പം നിർത്തുന്നു. ഇനി കാര്യങ്ങൾ അത്യന്തം നാടകീയമായ രീതിയിൽ ചുരുളഴിയുന്നതാണ് നാം കാണുന്നത്. എന്നാൽ ഈ കാര്യങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ ദിവ്യ വിചാരണയും നടത്തിപ്പും നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. ശ്രദ്ധയോടെ നമ്മളത് പഠിച്ചാൽ നിശ്ചയമായും അത് നമുക്ക് അനുഗ്രഹമാകും. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ദൈവിക ജ്ഞാനത്തോടെ പ്രവർത്തിച്ച് ലോകത്തെ മുഴുവൻ ക്ഷാമത്തിൽ നിന്ന് സംരക്ഷിക്കുവാനുള്ള സ്വർഗീയ പദ്ധതിയാണ് യോസേഫ് മിസ്രൈമിൽ നടപ്പിലാക്കിയത്. വാസ്തവത്തിൽ തൻ്റെ ഭരണകാലത്ത് മിസ്രൈമിനെ ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളിലേക്ക് ഉയർത്തുവാൻ അവന് സാധിച്ചു. ദൈവഹിതം സ്വർഗത്തിലെന്ന പോലെ നമ്മുടെ ജീവിതത്തിലും നിറവേറ്റപ്പെടുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ അവിടുത്തെ രാജ്യത്തിലെ പ്രജകളായിത്തീരുന്നത്. ക്രിസ്തു തൻ്റെ ജീവിതത്തിലൂടെ പിതാവിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കിയാണ് നമ്മെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കിയത്. സ്വർഗസ്വനായ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.